ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമുള്ള ചിന്തയാണ് എനിക്കിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചപ്പോൾ കിട്ടിയത്. അതായിട്ട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ബിഷപ്പ് ഫുൾട്ടൻ ജെഫ് ഷീനിൻ്റെ ആത്മകഥയിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു സംഭവമുണ്ട്. അദ്ദേഹം പ്രശസ്തമായ ലൂവയിൽ സർവകലാശാലയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും അവിടുത്തെ പരമോന്നത അംഗീകാരമായ അഗ്രജ പരീക്ഷയിൽ പ്രശസ്തമായ വിജയം കരസ്ഥമാക്കി. ഉടനെ തന്നെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും കൊളംബിയ സർവകലാശാലയിൽ നിന്നും അധ്യാപകനായുള്ള ക്ഷണവും അദ്ദേഹത്തിന് ലഭിച്ചു. ഏത് യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഒരു സംശയം വന്നു. അതിനാൽ അദ്ദേഹം ആ ചുമതല തൻ്റെ മെത്രാന് വിട്ടുകൊടുത്തുകൊണ്ട് യൂറോപ്പിൽ നിന്നും ഷീനച്ചൻ തന്നെ മെത്രാനെ എഴുതി, പിതാവേ, ഞാനിലേത് ഏത് യൂണിവേഴ്സിറ്റി വാഗ്ദാനമാണ് സ്വീകരിക്കേണ്ടത്? മെത്രാൻ ഉടനെ മറുപടി എഴുതി, പ്രിയപ്പെട്ട ഷീനച്ച, അച്ഛൻ 2 യൂണിവേഴ്സിറ്റിയിലും പോകേണ്ട, ഉടനെ തന്നെ രൂപതയിലേക്ക് മടങ്ങി വരിക. തിരിച്ചെത്തിയ ഷീനച്ചനെ ന്യൂയോർക്കിൽ പാവപ്പെട്ടവർക്ക് വസിക്കുന്ന ഒരു തെരുവിലെ ആത്മീയമായും ഭൗതികമായും ശുഷ്കിച്ച ഒരു ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരിയായിട്ട് നിയമിച്ചു. എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു. ഇത്രയേറെ പണ്ഡിതനും പ്രഗത്ഭനും ഒരു വൈദികനെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയെ നിയമിക്കേണ്ട കാര്യമുണ്ടോ? രൂപതയിലെ ജനങ്ങൾ പെറുപുറത്തു. അന്നും ഇന്നും എപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. അനേകം ഡോളർ ചിലവാക്കി അനേകം യൂണിവേഴ്സിറ്റികൾ വിട്ട് പഠിപ്പിച്ച ഈ ഒരു വൈദികനെ ഇങ്ങനെ മൂലയിൽ ഇരുത്താനാണെങ്കിൽ അത്ര പാഴ്ചെലവ് എന്തിന്? ഇതെല്ലാം ആയെങ്കിലും ഷീനച്ചൻ മെത്രാൻ പറഞ്ഞത് കേട്ടു. പക്ഷേ ദൈവതയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് വൈദികനുണ്ടായിരുന്നു. ആ പുതിയ ഇടവകയിൽ ചാർജ് എടുത്തു. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ മെത്രാൻ ഷീനച്ചനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഉടൻ തന്നെ വാഷിങ്ടണിലുള്ള കത്തോലിക്ക സർവകലാശാലയിൽ തത്വശാസ്ത്രം പഠിപ്പിക്കാനായി പോകാൻ തയ്യാറെടുക്കുക. 3 വർഷം മുമ്പ് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തതാണ് അച്ഛനോട് പഠിപ്പിക്കുക എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ അച്ഛന് ഒരു സംശയം. അദ്ദേഹം ചോദിച്ചു, അങ്ങ് കത്തോലിക്ക സർവകലാശാല 3 വർഷം മുമ്പ് വാഗ്ദാനം നൽകിയിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ യൂറോപ്പിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ തന്നെ എന്നെ അങ്ങോട്ട് അയച്ചില്ല? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. മെത്രാൻ പറഞ്ഞു, അച്ഛൻ സർവകലാശാലയിൽ നിന്ന് വലിയ വിജയങ്ങളുമായി നേടിയെന്നറിഞ്ഞപ്പോൾ പള്ളിയുടെ കാര്യത്തിലും വിജയിയാണോ, എല്ലാ എളിമയുടെ കാര്യത്തിലും വിജയിയാണോ എന്ന് അറിയാനാണ് ഇടവയിലേക്ക് നിയോഗിച്ചത്. എല്ലാ പുണ്യങ്ങളുടെയും വിളനിലമാണ് എളിമ. അതുപോലെ തന്നെ അഹങ്കാരമാണ് എല്ലാ തിന്മകളുടെയും വിളനിലം. അഹങ്കാരമുള്ള വ്യക്തിക്ക് ഒരിക്കലും പൂർണ്ണ മനസ്സോടെ വിധേയപ്പെടുക സാധ്യമല്ല. ഭയത്തിൻ്റെ പേരിലും പ്രത്യാഘാതങ്ങൾ ഭയന്നും അനുസരിക്കുന്നവരുണ്ടാകാം. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അധികാരികളെ പ്രകടിപ്പിക്കാനും വിധേയത്വം പ്രകടിപ്പിക്കുന്നവരും അനുസരണക്കേട് മോശമാണല്ലോ എന്ന് കരുതി ഉള്ളിൽ അമർഷത്തോടെ അനുസരണം കാട്ടുന്നവരുണ്ടാവാം. എന്നാൽ ആത്മീയ മൂല്യമുള്ള അനുസരണം ഇതൊന്നുമല്ല. ചിലർ തങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അനുസരിക്കും. എന്നാൽ ഇഷ്ടവിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ തനി നിറം പുറത്തു കാണിക്കും. ഇത്തരക്കാരുടെ അനുസരണയല്ല അനുസരണ. അനുസരിക്കുക ഭാരം പിടിച്ചൊരു കാര്യമായി തോന്നരുന്നത് ആത്മീയ ജീർണത കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് അനുസരണം ഒരു വ്രതമായി സ്വീകരിച്ചവർക്ക് പോലും അനുസരിക്കുവാൻ പ്രയാസം തോന്നുന്നത്. ഇന്ന് ആ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലും എല്ലാ മേഖലയിലും, ആത്മീയ മേഖലയിലും. അനുസരണക്കേടിൻ്റെ അരൂപി സമൂഹത്തിൽ വ്യാപിച്ചത് മൂലമാണ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് പോലും കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാകുന്നത്. അനുസരണക്കേട് ആന്തരിക ദൗർബല്യത്തിൻ്റെ അടയാളമാണ്. അതിലൂടെ ദൈവകൃപയുടെ പ്രവാഹം നമ്മളിലേക്ക് തടയപ്പെടുന്നുണ്ട്. അധികം ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ള സത്യമാണത്. വാസ്തവത്തിൽ ഏറ്റവും ആന്തരിക ശക്തി പ്രദാനം ചെയ്യുന്നത് ഒന്നാണ് ഹൃദയപൂർവ്വമായ അനുസരണം, വിധേയത്വവും. ബൈബിൾ പറയുന്നു, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരണക്കേടിൽ ബലിവസ്തു നാം തന്നെയാണ്. അത് തിരിച്ചറിയേണ്ടത് നാം തന്നെയാണ്. നമ്മെ തന്നെ ബലിയായി കൊടുക്കാൻ തയ്യാറാകാൻ നമുക്കുള്ള മാത്രം ബലിയർപ്പിച്ചുകൊണ്ടിരുന്നാൽ എവിടെയാണ് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക? നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പദ്ധതികളെല്ലാം ബലിയായി കൊടുത്താലേ പലപ്പോഴും അനുസരണിക്കാൻ നമുക്ക് സാധിക്കൂ. പക്ഷെ അതിന് തയ്യാറാവുമ്പോൾ അബ്രാഹത്തെ പോലെ ഷീൻ അച്ഛനെ പോലെ നമുക്കൊന്നും സാധിച്ചൊന്നും വരില്ല. നമ്മുടെ കുടുംബങ്ങളുടെ കെട്ടുറപ്പിനെ പോലും തർക്കത്തെ രീതിയിൽ അനുസരണക്കേടിൻ്റെ അരൂപി ആധിപത്യം കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും, ഒട്ടുമിക്ക കുടുംബങ്ങളിലും. കുടുംബനാഥനെ അനുസരിക്കാൻ വിഷമമുള്ള കുടുംബാംഗങ്ങൾ കുടുംബത്തെ ദുർബലയാക്കുകയാണ്.
ഭർത്താവിനെ അനുസരിക്കാൻ തയ്യാറാകാത്ത ഭാര്യയ്ക്ക് എങ്ങനെ മക്കളെ അനുസരണത്തിൽ വളർത്താൻ പറ്റും? ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. എത്ര തല്ലിയാലും ശാസിച്ചാലും അനുസരണക്കേടിൻ്റെ അരൂപി മാതാപിതാക്കളിൽ ഉണ്ടെങ്കിൽ മക്കൾ അനുസരിക്കില്ല. പേടി കൊണ്ട് അനുസരിച്ചാലും ഉള്ളിൽ അവർ ധിക്കാരികളായി വളരും. അനുസരണയിലൂടെയാണ് അനുസരിപ്പിക്കാനുള്ള ധാർമ്മിക ശക്തി നമുക്ക് ലഭിക്കുന്നത്. ഈ ധാർമ്മിക ശക്തിയിൽ കൂടിയാണ് ദൈവാനുഗ്രഹത്തെ നമ്മളിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തോടും സഭയോടും ദൈവിക സംവിധാനത്തോടും നാം വിധേയപ്പെടുമ്പോൾ ദൈവിക ശക്തി തന്നെ നമ്മിലേക്ക് പ്രവഹിക്കും. മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും നാം അനുസരണം നൽകുമ്പോൾ നാം കൂടുതൽ ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായി മാറും. ഇതെല്ലാം മനസ്സിലാക്കാൻ വലിയ ജ്ഞാനം നമുക്ക് ലഭിക്കണം. പക്ഷെ പാപകരമായ ഒരു കാര്യത്തിനായിട്ട് നാം ആരെയും അനുസരിക്കേണ്ടതില്ല. പാപകരമായ ഒരു കാര്യത്തിന് നാം ആരെയും അനുസരിക്കേണ്ടതില്ല എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ്. മഹാത്മാഗാന്ധി നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഏതൊരു നിയമത്തെയും അതിനേക്കാൾ ഉപരിയായ ഒരു നിയമത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ ലംഘിക്കാൻ സാധിക്കുമെന്ന്. അപ്പോസ്തലന്മാർ യഹൂദ പ്രമാണികൾ തന്നെയാണ് പറഞ്ഞത്, ദൈവത്തിൽ ഉപരിയായി നിങ്ങളെ അനുസരിക്കുന്നത് എന്തിനാണ്? പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം, നമ്മുടെ പഴയകാല ജീവിത മേഖലകളിൽ നമ്മൾ കൂട്ടുകുടുംബങ്ങളായിരുന്നു, അതായത് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. പഴയ അമ്മച്ചിമാരും അപ്പാപ്പും അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സ് വരെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ഒരു ഫാമിലി സെറ്റപ്പായിരുന്നു നമ്മുടെ കുടുംബങ്ങളെല്ലാം. ഇന്നെല്ലാം മാറിപ്പോയി. അതിൻ്റെ അനുസരണ എന്ന സത്യവും അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയും മാറിപ്പോയി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ക്രിസ്തുവിനെ എന്താ പറയുക, ദൈവിക പ്രമാണങ്ങൾ പല രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പലതും വിശുദ്ധ ദേവാലയത്തിൽ വായിക്കപ്പെടുന്ന പോലുമില്ല. നമുക്കറിയാൻ സാധിക്കും, പഴയ തലമുറയിൽ ഞാൻ എൻ്റെ പ്രായം വെച്ചും അല്ലെങ്കിൽ എന്നേക്കാളും പ്രായത്തിലുള്ളവർക്ക് അറിയാൻ സാധിക്കും, പറയാം, അമ്മച്ചിമാർ മുണ്ടും ചട്ടയും എല്ലാം ഇട്ട് അതിന് മുകളിൽ ഒരു പുതമുണ്ടും പുതച്ചുകൊണ്ട് കയ്യിൽ കൊന്തം പിടിച്ചുകൊണ്ട് പള്ളി പോകുന്നൊരു കാലമുണ്ടായിരുന്നു. അവർ മാത്രം അങ്ങനെ അന്ന് അതുമാത്രം കാണാൻ സാധിക്കുമുള്ളായിരുന്നു. ഒരു സാരി കൊടുത്ത് സ്ത്രീ കാണണമെങ്കിൽ വളരെ അങ്ങനെ കാണാറേ ഇല്ല. പണ്ട് കാലത്ത് എല്ലാവരും ചട്ടയും മുണ്ട് തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്ന കാലത്ത് ഞാൻ അവിടുന്ന് പോയപ്പോൾ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ജീവിച്ചിരിപ്പില്ല. അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് കൊണ്ടുവരേണ്ടത്? അമ്മ പറഞ്ഞു, രണ്ട് ചട്ടയ്ക്കുള്ള തുണിയും ഒരു ബ്ലാങ്കറ്റ്, രണ്ടും ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ വളരെ സന്തോഷവതിയായി. അമ്മ മരിക്കുന്നവരെ ആ ബ്ലാങ്കറ്റ് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ച, വിശുദ്ധ ഗ്രന്ഥത്തിൽ നൈപുണ്യം നേടിയ സ്ത്രീ എന്നൊരു സാധാരണ വീട്ടമ്മയായിരുന്നു. എൻ്റെ അറിവ് ശരി, വായിക്കാനൊക്കെ അറിയും, എഴുത്തും വായനയൊക്കെ വായിച്ചുള്ള 5-6 ക്ലാസ് പഠിച്ചിട്ടുണ്ട് പണ്ടത്തെ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ എങ്ങനെ ദേവാലയത്തിൽ പ്രവേശിക്കണം, കടക്കണം, ദൈവത്തിന് മുമ്പിൽ എങ്ങനെ വ്യാപരിക്കണം, ഇതെല്ലാം വിശുദ്ധ പൗലോസ്കാരുടെ ഇതൊന്നും ഞാൻ വായിക്കുന്നില്ല. അത് വിവാദ വിഷയങ്ങളാണ്. ഇതൊന്നും ദേവാലയത്തിൽ പോലും വായിക്കപ്പെടുന്നില്ല. എങ്ങനെയാണ് കടന്നു വരേണ്ടത്, അവരെങ്ങനെയാണ് വ്യാപരിക്കേണ്ടത്, തല മറയ്ക്കണോ വേണ്ടത്, ഇതൊക്കെ എല്ലാം വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ, വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിൽ, പഴയ നമ്മളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ആരും തന്നെ ഇന്ന് പലതും അനുസരണിക്കുന്നില്ല. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ളത് കാര്യം. ഭാര്യയും ഭർത്താവും തുല്യ ശമ്പളത്തിൻ്റെ, അല്ലെങ്കിൽ ചിലപ്പോൾ പല പല മേഖലകളിലും ഭർത്താവിനേക്കാൾ ശമ്പളം ഭാര്യയ്ക്കായിരിക്കാം. അപ്പോൾ അനുസരണ എന്നുള്ള സംഭവമായി ബഹുമാനം പോയി. അബ്രാഹത്തിനെ നാഥ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സാറേ അവസ്ഥയല്ല എന്നുള്ളത്. ഇന്ന് വിളിക്കുന്ന വാക്കുകൾ നമുക്ക് പറയാൻ കൂടി സാധിക്കത്തില്ല, അല്ലേ? അപ്പോൾ അനുസരണ എന്ന വലിയ അവസ്ഥ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പോയി. ഷീനച്ചൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റേ കഥയിൽ ഓർമ്മ, ഞാൻ കുറച്ച് നാളും ഒരു 2-5-6 മാസം മുമ്പ് ഫേസ്ബുക്കിലൊരു കഥ വായിച്ചിരുന്നു. ഗുജറാത്തിലെ ഒരു കോടീശ്വരനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെ വിദേശത്ത് പഠിപ്പിച്ച് അയച്ച്, ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും വായിച്ചു കാണുമായിരിക്കാം, അയച്ചിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞു വലിയൊരു സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇരുത്തണം, സ്വന്തം മകനാണ്. പക്ഷെ അതൊരു കണ്ടീഷൻ, നീ 30 ദിവസം കേരളത്തിൽ പോയിട്ട്, എൻ്റെ ഓർമ്മ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ സിറ്റിയിൽ പോയിട്ട് നീ സ്വന്തം ആയുധവാനും ജീവിക്കുക,
30-ാമത്തെ ദിവസം നിനക്ക് തിരിച്ചു വരാം. കോടികളിട്ട് അമ്മാനം പാടുന്ന ആളാണ്. പക്ഷേ ഈ മാനെ 7,000 റുപ്പീസും കൊടുത്ത് നമ്മുടെ കേരളത്തിലേക്ക് അയച്ചു. അമാൻ വളരെ കഷ്ടപ്പെട്ടു. തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും ചെറിയ 200 രൂപയുടെ റൂമിൽ കണ്ടെത്തുകയും കിടന്നുറങ്ങുകയും ഹോട്ടലിലെ ഒരു ജോലിക്കാരനാവുകയും ക്ലീനിങ്ങും ജോലി ചെയ്യും. അങ്ങനെ ചെയ്ത് 30 ദിവസം കഴിഞ്ഞപ്പോൾ സാധാരണക്കാരുടെ ജീവിതം വേദനകളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ വലിയ ആഡംബര ചിന്ത മനസ്സിൽ നിന്ന് പോയി എളിമയുള്ള ആയവനായി. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടിയിരുന്നത്. അപ്പോൾ പുസ്തകത്തിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷനിൽ നിന്ന് വലിയൊരു വിദ്യാഭ്യാസം 30 ദിവസം കൊണ്ട് അദ്ദേഹം നേടി. അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുപോയി കൊച്ചിയിലുള്ള അദ്ദേഹത്തിന് കുഴപ്പം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വലിയ സമ്മാനം കൊടുത്തതായിട്ട് ഫേസ്ബുക്കിൽ ഒരു ചെറിയ ആർട്ടിക്കിൾസ് ഞാൻ അടുത്ത സമയത്ത് വായിച്ചു കേട്ട് ഓർക്കുന്നു. പറയുമ്പോഴൊരു അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അത് കുടുംബ ബന്ധങ്ങളിലും ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ അപ്പാടെ പകർത്തുക. 10 കൽപ്പനകളുണ്ട്, ഇഷ്ടംപോലെ വചനങ്ങൾ നമ്മളോടുണ്ട്. അതെല്ലാം നിരുപാധികം അനുസരിക്കുമ്പോൾ മാത്രമാണ് ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുക. നമുക്ക് ഈ പുതുവർഷത്തിൽ ദൈവത്തിനെ അനുസരിക്കാനായിട്ടൊന്ന് തയ്യാറെടുക്കാം. നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവേ, യേശുവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ മനുഷ്യരൂപം ധരിച്ച് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മരണത്തോളം പിതാവിനോട് അനുസരണയുള്ളവനായി അവിടുന്ന് കാണപ്പെട്ടു. തന്നെ താഴ്ത്തിയ നാഥ, അങ്ങയെപ്പോലെ ഞങ്ങളും അനുസരണയുള്ള പോലെ മക്കളെപ്പോലെ അങ്ങയെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അഹങ്കാരത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എനിക്കിഷ്ടമില്ലാത്തവയും ബുദ്ധിമുട്ട് നൽകുന്നവയായ തീരുമാനങ്ങളിൽ സ്വയം ശൂന്യവൽക്കരണത്തോടെ ഉയരുവാനുള്ള അവസരം കണ്ടെത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. അനുസരിക്കുന്നതിനും ആദരിക്കുന്നതിനും തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ അഹങ്കാരത്തെ ഞങ്ങളിതാ ഏറ്റുപറയുന്നു. അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ അഹങ്കാരത്തെ തകർത്ത് നാഥ അനുസരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.